ഇന്ന് നല്ല ഹെൽത്തിയും രുചികരവുമായ നെല്ലിക്ക റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ക്ലീൻ ചെയ്ത് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ച് 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കരിപ്പട്ടിയോ ശർക്കരയോ ചേർക്കാം. കരിപ്പട്ടിയാണ് ഇതിന് നല്ലത്. 1 കപ്പ് കരിപ്പട്ടി 1 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നെല്ലിക്ക കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മുഴുവനായും ചേർക്കാം. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഒരു ഫോർക്കോ ടൂത്ത്പിക്കോ വെച്ച് നെല്ലിക്കയിൽ നിറയെ ഹോൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. എങ്കിലേ മധുരമൊക്കെ നന്നായി നെല്ലിക്കയിൽ പിടിക്കും. ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടായ മെൽറ്റ് ചെയ്ത് വെച്ച കരിപ്പട്ടിപ്പാനി അരിച്ച് അതിലേക്ക് ഒഴിക്കാം. ഇനി നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ ഒരു ചെറിയ പീസ് പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു എന്നിവ ചേർത്ത് നെല്ലിക്ക കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് 1 നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്തത്. ഇനി ഇതിലേക്ക് ചുക്കുപൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചുക്കുപൊടി കൂടി ചേർക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കരിപ്പട്ടിപ്പാനിയെല്ലാം നെല്ലിക്കയിൽ പിടിക്കും വരെ തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഇനി എടുത്തു മാറ്റാവുന്നതാണ്. ഇനി ഇത് തണുക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. ഇത് ഇരിക്കും തോറും നല്ല ഡാർക്ക് കളർ ആയിക്കൊള്ളും, നല്ല ടേസ്റ്റിയുമാവും. കുറേ നാൾ ഇത് കേടാക്കാതെ ഇരിക്കും. എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രം എടുക്കുക. കുട്ടികൾക്ക് നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അവർ ഇഷ്ടത്തോടെ കഴിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്ന് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇത് നല്ല കളറായിട്ടുണ്ട്. കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ്.